പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ശനിയാഴ്ച കൊടിയേറും. ഉത്സവത്തിന് മുന്നോടിയായുള്ള ആനയോട്ടവും ശനിയാഴ്ച. കാളിയാറോഡ് ചന്ദനക്കുടം നേർച്ച ശനിയാഴ്ച. വിവിധ നേർച്ച കാഴ്ചകളിൽ പങ്കെടുക്കാൻ ആയിരങ്ങൾ ജാറത്തിലെത്തും. ഇഞ്ചക്കുണ്ട് കൽക്കുഴി കുടിവെള്ള പദ്ധതിയുടെ പുതിയ പമ്പ് ഹൌസ് നിർമ്മാണം പൂർത്തിയായി. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളിലേക്ക് ശുദ്ധജലം എത്തിക്കാൻ പദ്ധതി. നമസ്കാരം, ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. വിശദമായ വാർത്തകളിലേക്ക്. പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ശനിയാഴ്ച കൊടിയേറും. ആനയോട്ടത്തോടെ ആരംഭിച്ച് ആറാട്ടോടെ കൊടിയിറങ്ങുന്ന 10 ദിവസത്തെ ഉത്സവത്തിന് പതിനായിരങ്ങളെ വരവേൽക്കാൻ ഗുരുഭവനപുരി ഒരുങ്ങി. സ്വർണധ്വജത്തിൽ സപ്തവർണ്ണക്കൊടി ഉയരുന്നതോടെ കൃഷ്ണനഗരിയിലെ 10 നാളുകളിലെ ഇരുവ് പകലുകൾ ഭക്തിയുടെയും കലകളുടെയും സംഗമവേളകളായിരിക്കും. കുംഭത്തിലെ പൂയം നാളിലാണ് ക്ഷേത്രോത്സവത്തിന്റെ കൊടിയേറ്റം. ക്ഷേത്രം ഊരാളൻ തന്ത്രി നമ്പൂതിരിപ്പാടിന് കൂറയും പവിത്രവും നൽകി ആചാര്യവരണം നടത്തിയതിനു ശേഷമാണ് കൊടിയേറ്റം നടക്കുക. തുടർന്നുള്ള ദിവസങ്ങൾ ആചാരാനുഷ്ഠാനത്തിൻ്റെതാണ്. ഉത്സവത്തിന്റെ 8ാം ദിവസമാണ് അതിപ്രധാന താന്ത്രിക ചടങ്ങായ ഉത്സവബലി. 9ാം ദിവസം ജനക്ഷേമ അന്വേഷണത്തിനായി ഗുരുവായൂരപ്പൻ ക്ഷേത്രമതിൽക്കകം വിട്ട് പുറത്തിറങ്ങും. 10ാം ദിവസം പള്ളിവേട്ടയും പള്ളിയുറക്കവും ആറാട്ടും നടക്കും. പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിൽ പുറത്തേക്കെഴുന്നള്ളുന്ന ഭഗവാനെ സ്വീകരിക്കാൻ ഭക്തജനങ്ങളും ഒരുങ്ങിയിരിക്കും. വഴിനീളെ നിറപറയും നിലവിളക്കും അലങ്കാരങ്ങളും നടത്തിയാണ് ഭഗവാനെ സ്വീകരിക്കുക. ഉത്സവത്തോടനുബന്ധിച്ച് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ദിവസവും വിവിധ കലാപരിപാടികളും ക്ഷേത്രത്തിനകത്ത് പ്രഗത്ഭരുടെ തായമ്പകയും ഉണ്ടാകും. TCV ഗുരുവായൂർ. പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടം ശനിയാഴ്ച. വിദേശികളടക്കം 10,000 എത്തുന്ന ആനയോട്ടത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിക്കുന്നതാണ് ഐതിഹ്യപ്പെരുമ വിളിച്ചോതുന്ന ആനയോട്ടം. ഉത്സവത്തിന്റെ കൊടിയേറ്റ ദിവസം കാലങ്ങളായി മുടക്കമില്ലാതെ നടക്കുന്ന 2 പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ആനയോട്ടവും ആനയില്ലാ ശീവേലിയും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിത്യശീവേലിക്ക് പോലും ആനയില്ലാതിരുന്ന കാലത്തെ അനുസ്മരിക്കുന്നതാണ് ഈ 2 ചടങ്ങുകളും. അക്കാലത്തെ ഉത്സവം, ഏകാദശി പോലെയുള്ള വിശേഷാവസരങ്ങളിൽ കൊച്ചി രാജാവിന്റെ അധീനതയിലുള്ള തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്നാണ് ഗുരുവായൂരിലേക്ക് ആനകളെ കൊണ്ടുവന്നിരുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉടമയായിരുന്ന കോഴിക്കോട് സാമൂതിരിയും കൊച്ചി രാജാവും തമ്മിൽ അക്കാലത്തൊരിക്കൽ സൗന്ദര്യപ്പിണക്കമുണ്ടായി. ഇതേ തുടർന്ന് ആ വർഷം കൊച്ചി രാജാവ് ഗുരുവായൂരിലേക്ക് ആനകളെ അയച്ചില്ല. ആനകൾ എത്താത്തതിനെ തുടർന്ന് ആ വർഷം ഉത്സവ ദിവസത്തെ ശീവേലി ആനയില്ലാതെ നടത്തേണ്ടി വന്നു. ഈ വിഷമം ഉള്ളിലൊതുക്കി ഭക്തർ മനമുരുകി പ്രാർത്ഥിച്ചുവെന്നാണ് ഐതിഹ്യം. ഉച്ചതിരിഞ്ഞതോടെ തൃക്കണാമതിലകം ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി ഒരുക്കി നിർത്തിയിരുന്ന ആനകൾ ചങ്ങല പൊട്ടിച്ച് കുടമണി കിലുക്കി ഗുരുവായൂരിലേക്ക് ഓടിയെത്തിയെന്നുമാണ് പറയപ്പെടുന്നത്. ഈ സംഭവത്തെ അനുസ്മരിച്ചാണ് ഇന്നും ആനയോട്ടം നടക്കുന്നത്. അന്ന് ആനയില്ലാതെ ശീവേലി നടത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് 50ഓളം ആനകളുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നും ആനയില്ലാതെ ശീവേലി നടത്തുന്നത്. ഇത്തവണ 27 ആനകളാണ് ആനയോട്ടത്തിൽ പങ്കെടുക്കുക. പങ്കെടുക്കാനുള്ള ആനകളെ കുളിപ്പിച്ച് കളഭം തൊടുവിച്ച് ഉച്ചയോടെ മഞ്ജുളാൽ പരിസരത്ത് വരിയായി നിർത്തും. ക്ഷേത്ര നാഴികമണി 3 അടിക്കുന്നതോടെ മാരാർ ശംഖുമുഴക്കുകയും ആനകൾ ഓടാൻ തുടങ്ങുകയും ചെയ്യും. കിഴക്കേ ഗോപുരത്തിൽ ആദ്യം ഓടിയെത്തുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും. വിജയിയാകുന്ന ആന ഉത്സവം കഴിയുന്നതുവരെ ക്ഷേത്രത്തിനകത്ത് VIP പരിഗണനയോടെ കഴിയും. മഞ്ജുളാൽ മുതൽ കിഴക്കേ ഗോപുരം വരെ ബാരിക്കേഡ് സ്ഥാപിച്ചതിനകത്തുനിന്നു മാത്രമേ ആനയോട്ടം വീക്ഷിക്കാനാകൂ. ടെമ്പിൾ CI MU ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ആനയോട്ടം കഴിഞ്ഞാൽ ആനകളെ നിരത്തി നിർത്തിയുള്ള പ്രദർശനവും ആനയോട്ടം ഉണ്ടാകും. TCV ന്യൂസ് ഗുരുവായൂർ. പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടാനുള്ള 5 ആനകളെ തിരഞ്ഞെടുത്തു. കണ്ണൻ, രാമൻകുട്ടി, ഗോപി കണ്ണൻ, ചെന്താമരാക്ഷൻ, അച്യുതൻ എന്നീ ആനകളാണ് മുൻനിരയിൽ ഓടുക. ഗോകുൽ, ഗോപികൃഷ്ണൻ എന്നീ ആനകൾ കരുതലായി ഉണ്ടാകും. ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ഗുരുവായൂരപ്പന് 1000 കലശകുംഭങ്ങളിലെ വിശേഷ ദ്രവ്യങ്ങളും പവിത്രമായ ബ്രഹ്മകലശവും അഭിഷേകം ചെയ്ത് ഉത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്രകലശ ചടങ്ങുകൾക്ക് പരിസമാപ്തി കുറിച്ചു. വിശേഷ ദ്രവ്യങ്ങളും തീർത്ഥവും അഭിഷേകം ചെയ്യുന്നത് ദർശിച്ച് ആയിരങ്ങൾ ആത്മനിർവൃതിയടഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ ശീവേലി, പന്തീരടി പൂജ എന്നിവയ്ക്ക് ശേഷം 1000 കുംഭങ്ങൾ കീഴ്ശാന്തി നമ്പൂതിരിമാർ കൂത്തമ്പലത്തിൽ നിന്ന് ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ചു. മേൽശാന്തി കവപ്പുറം മാറത്ത് നാരായണൻ നമ്പൂതിരി പട്ടുകൊണ്ട് പൊതിഞ്ഞ് മാല ചാർത്തിയ ബ്രഹ്മകലശം വഹിച്ചു. തുടർന്ന് തന്ത്രി ചേന്നാസ് ഹരി നമ്പൂതിരിപ്പാട് ആദ്യം കുംഭേശ കലശവും പിന്നീട് ബ്രഹ്മകലശവും ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തു.
തന്ത്രി ചേന്ന ശ്രീകാന്ത് നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിലായിരുന്നു അഭിഷേക ചടങ്ങുകൾ. പാണിവാദനങ്ങളാലും മന്ത്രധ്വനികളാലും മുഖരിതമായ ചടങ്ങുകൾക്ക് ശേഷം 8 ദിവസം നീണ്ടുനിന്ന സഹസ്ര കലശത്തിന് സമാപനമായി. പ്രസിദ്ധമായ കാളിയാർ റോഡ് ചന്ദനക്കുടം നേർച്ച ശനിയാഴ്ച നടക്കും. രാവിലെ ഖത്തീബ് സുലൈമാൻ ഏലംകുളത്തിന്റെയും ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളുടെയും മഹല്ല ഖത്തീബ് സെക്രട്ടറിമാരുടെയും ഉസ്താദ്മാരുടെയും സാന്നിധ്യത്തിൽ മൗലിദ് പാരായണവും ഖതം ദുആയും നടക്കും. തുടർന്ന് ഉച്ചയ്ക്ക് അന്നദാനമുണ്ടാകും. ഇതിനുശേഷം കേന്ദ്ര ജുമാഅത്ത് കമ്മിറ്റിയുടെ കീഴിലുള്ള 4 മഹല്ലകളുടെ നേർച്ചകൾ വാദ്യമേള അകമ്പടിയോടെ 2 മണി മുതൽ പള്ളിയിൽ പ്രവേശിച്ചു തുടങ്ങും. ഇതിനുശേഷമേ വൈകുന്നേരത്തോടെ യുവജന കമ്മിറ്റികളുടെയും മറ്റും നേർച്ചകൾ പള്ളിയിൽ പ്രവേശിക്കുകയുള്ളൂ. പാലക്കാട് ജില്ലാ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും തൃശൂർ ജില്ലയിൽ നിന്നുമായി 80ഓളം നേർച്ചകളാണ് ഇവിടെ എത്തുക. ദഫ്മുട്ട്, കോൽക്കളി, പഞ്ചവാദ്യം, ബാൻഡുമേളങ്ങൾ, 100ഓളം ആനകൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് നേർച്ച വരവുകൾ. നേർച്ച ആഘോഷത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി പോലീസ്, അഗ്നിശമന സേന, ഫോറസ്റ്റ്, ആരോഗ്യവകുപ്പ്, വൈദ്യുതി ബോർഡ് എന്നിവയുടെ എല്ലാം സേവനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഇൻഷുറൻസ് പരിരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേർച്ചയോടനുബന്ധിച്ച് വെള്ളിയാഴ്ച പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനയും അന്നദാനവും നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. മറ്റത്തൂർ, വരന്തരപ്പള്ളി പഞ്ചായത്തുകളിലെ ആയിരങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുന്ന ഇഞ്ചക്കുണ്ട് കൽക്കുഴി കുടിവെള്ള പദ്ധതിയുടെ പുതിയ പമ്പ് ഹൗസ് നിർമ്മാണം പൂർത്തിയായി. കുറുമാലിപ്പുഴയിലെ കൽക്കുഴിയിൽ നിലവിലുള്ള പമ്പ് ഹൗസിന് സമീപത്താണ് 35 ലക്ഷം രൂപ ചെലവിൽ പുതിയ കിണറും പമ്പിംഗ് സ്റ്റേഷനും നിർമ്മിച്ചിരിക്കുന്നത്. കൽക്കുഴിയിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പമ്പ് ഹൗസ് തകർച്ചാ ഭീഷണിയിലായതിനെ തുടർന്നാണ് പുതിയ പമ്പിംഗ് സ്റ്റേഷൻ നിർമ്മിച്ചത്. നിലവിലുള്ള പമ്പ് ഹൗസ് അപകടകരമായ രീതിയിൽ പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. ഏതു സമയവും പുഴയിലേക്ക് മറിയാവുന്ന അവസ്ഥയിലായതിനാൽ സ്വിച്ച് ബോർഡും അനുബന്ധ സംവിധാനങ്ങളും പമ്പ് ഹൗസിന് പുറത്ത് സ്ഥാപിച്ചാണ് ഓപ്പറേറ്റർമാർ മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നത്. മാർച്ചിനകം പുതിയ പമ്പ് ഹൗസ് പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷ. 50 കുതിരശക്തിയുള്ള 2 മോട്ടോറുകൾ ഇവിടെ സ്ഥാപിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇതുവരെ പുതിയ മോട്ടോറുകൾ എത്തിയിട്ടില്ല. ഇഞ്ചക്കുണ്ട്, നാടിപ്പാറ, ഉപ്പുഴി, മൈതാനം, കൽക്കുഴി, പരുന്തുപാറ, മുനിയാട്ടുകുന്ന് പ്രദേശങ്ങളിലെ 1500ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി പദ്ധതിയുടെ ജലവിതരണ പൈപ്പുകൾ നവീകരിക്കുന്നതിന് 94 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് ഇഞ്ചക്കുണ്ട് കുന്നിൻമുകളിലെ ജലസംഭരണി വരെയുള്ള പമ്പിംഗ് മെയിനും അനുബന്ധ പൈപ്പുകളും നവീകരിക്കും. വേനൽക്കാലമായാൽ കടുത്ത ജലക്ഷാമം നേരിടുന്ന പരുന്തുപാറ പ്രദേശത്തേക്ക് കൽക്കുഴിയിൽ നിന്നും പ്രത്യേക പമ്പിംഗ് മെയിൻ സ്ഥാപിച്ച് കുടിവെള്ളം എത്തിക്കുന്നതിനായി 30 ലക്ഷം രൂപയുടെ പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, കൊടകര. ഇടവേള. പെരുമ്പിലാവ് കണക്ക കോളനിയിൽ ജലവിതരണ പൈപ്പുകൾ തകർത്തതിന്റെ ദൃശ്യം പകർത്താനെത്തിയ മാധ്യമപ്രവർത്തകനെ ആക്രമിച്ചു. പരിക്കേറ്റ CCTV പെരുമ്പിലാവ് റിപ്പോർട്ടർ മിഥുൻ ശങ്കരപുരത്തിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമ്പിലാവ് കണക്ക കോളനിയിലേക്കുള്ള ഏക ജലസ്രോതസ്സായ പൈപ്പ് ലൈനുകൾ തകർത്തതോടെ പ്രദേശത്തെ 50-ൽ പരം വരുന്ന കുടുംബങ്ങൾ കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായിരുന്നു. സംഭവസ്ഥലത്തേക്ക് വാർഡ് മെമ്പർ റെജിലുമൊത്താണ് മാധ്യമപ്രവർത്തകൻ ചെന്നത്. തങ്ങളുടെ അനുവാദമില്ലാതെ കോളനിയിലേക്ക് പ്രവേശിക്കരുതെന്നും വാർത്തയെടുക്കരുതെന്നും കോളനി നിവാസികൾ ആവശ്യപ്പെട്ടു. തുടർന്നാണ് ആക്രമണമുണ്ടായത്. ക്യാമറ പിടിച്ചെടുത്ത് നിലത്തടിച്ച് തകർത്ത ശേഷം മിഥുനെ ഇവിടെ തടഞ്ഞുവെച്ചു. ഇതോടെ കുന്നംകുളത്തു നിന്നും കൂടുതൽ മാധ്യമപ്രവർത്തകരെത്തി ദൃശ്യം പകർത്തിയ ശേഷം മിഥുനുമായി മടങ്ങി. ഇവിടെ ജലവിതരണം നിരന്തരമായി തടസ്സപ്പെടുകയാണെന്ന് ആരോപണമുണ്ടായിരുന്നു. വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതിനാൽ വാർഡ് മെമ്പർ സ്വന്തമായി പണമടച്ച് ജലവിതരണം പുനരാരംഭിക്കുകയുമായിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് പൈപ്പുകൾ തകർത്തതെന്ന് വാർഡ് മെമ്പർ റെജിൽ പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യമാണ് കുടിവെള്ളത്തിൻ്റെ പൈപ്പ് ഇവിടെ പൊട്ടുന്നത്. അത് ആരാന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ക്യാമറയിൽ കൊടുക്കാൻ വേണ്ടി വന്നത്. പക്ഷെ അത് തെറ്റിദ്ധാരണയുടെ പേരിൽ എന്നറിയില്ല, അവർ വന്നിട്ട് ഇങ്ങനൊരു വിഷയങ്ങളുണ്ടായി ഇവിടെ. പൈപ്പുകൾ തകർത്തവർ തന്നെയാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്നും ഇദ്ദേഹം ആരോപിച്ചു. അക്രമികൾക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധീർ അറിയിച്ചു. ഇരുട്ടിൻ്റെ മറവിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്നിവിടെ ഒരു ഉത്സവം നടക്കുന്ന ദിവസം ഈ പ്രദേശത്തെ ആളുകളുടെ കുടിവെള്ളം ലഭിക്കുന്ന ഏക സ്രോതസ്സാണ്. അതിൻ്റെ മേലെ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള രീതിയിൽ ഇടപെടുന്നതിനെ പഞ്ചായത്ത് ശക്തിയായി അപലപിക്കുകയാണ്. മിഥുനെ ആക്രമിക്കുകയും ക്യാമറ തകർക്കുകയും ചെയ്ത സംഭവത്തിൽ കോളനി നിവാസി വട്ടേക്കാട് മോഹൻദാസിനെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. TCV, കുന്നംകുളം. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ മരം വീണ് മരിച്ച വിദ്യാർത്ഥിനി അനുഷയുടെ കുടുംബത്തിന് ഗുരുവായൂർ ദേവസ്വം 5 ലക്ഷം രൂപ നൽകും.
പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ ചിലവും ദേവസ്വം വഹിക്കും. സർക്കാർ ധനസഹായം ലഭിക്കുന്നതിനായി ശുപാർശ നൽകാനും ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിലെ നെല്ലുവായ് പാലം പണി പൂർത്തീകരിക്കാതെ പാതി വഴിയിൽ നിർത്തിവച്ചത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. എരുമപ്പെട്ടി നെല്ലുവായ് തോടിന് മുകളിലൂടെ നിർമ്മിച്ചിട്ടുള്ള പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും തൊടാതെ നിർത്തിവച്ചത് ആയിരക്കണക്കിന് യാത്രക്കാരെയാണ് ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത്. കാലപ്പഴക്കം കൊണ്ട് പാലത്തിന്റെ കൈവരികളും ഭിത്തികളും തകർന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ വേനലിൽ പാലം പുനർനിർമ്മിക്കാൻ അനുമതി ലഭിച്ചത്. എന്നാൽ പാലത്തിന്റെ നിർമ്മാണം പാതിയായപ്പോൾ കരാറുകാരൻ പണി നിർത്തിവെക്കുകയായിരുന്നു. ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കം നിരവധി സർക്കാർ അർദ്ധ സർക്കാർ സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിലേക്ക് വാഹനങ്ങൾ കടന്നുപോകുന്നതും ഈ പാലത്തിന് മുകളിലൂടെയാണ്. പ്രസിദ്ധമായ ഗുരുവായൂർ നെല്ലുവായ് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രധാന റോഡും കടന്നുപോകുന്നത് നെല്ലുവായ് പാലത്തിലൂടെയാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസവും കടന്നുപോകുന്ന വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിലെ പാലത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന വലിയ കുഴി അപകടം വിളിച്ചോതുന്നുണ്ട്. ഇരുവശത്തു നിന്നും വാഹനങ്ങൾ വന്നാൽ എതിരെ വരുന്ന വാഹനങ്ങൾ മറുവശത്ത് നിർത്തിയിട്ടതിന് ശേഷമാണ് യാത്ര തുടരാൻ കഴിയുന്നത്. വർഷക്കാലം ആരംഭിക്കുന്നതോടെ തന്നെ പുഴയോട് ചേർന്ന് നിൽക്കുന്ന നെല്ലുവായ് തോടിലെ ജലനിരപ്പ് ഉയരുന്നത് യാത്രക്കാർക്ക് ഭീഷണിയാകാറുണ്ട്. അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന പാലം നിർമ്മിക്കുന്നതിന്റെ തടസ്സങ്ങൾ മാറിക്കിട്ടിയിട്ടും നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനോ റോഡിന്റെ വീതി കൂട്ടുന്നതിനോ അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് ആക്ഷേപം. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പുഷ്പോത്സവത്തിനും നിശാഗന്ധി സർഗോത്സവത്തിനും ശനിയാഴ്ച തുടക്കമാകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി അറിയിച്ചു. കിഴക്കേ നടയിലെ നഗരസഭാ ഗ്രൗണ്ടിൽ 10 ദിവസങ്ങളിലായി നടക്കുന്ന പുഷ്പോത്സവത്തിന്റെ ഉദ്ഘാടനം വൈകിട്ട് 7-ന് CN ജയദേവൻ MP-യും നിശാഗന്ധി സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം KV അബ്ദുൾ ഖാദർ MLA-യും നിർവഹിക്കും. സിനിമാ താരം സായ് കുമാറിനെ ചടങ്ങിൽ ആദരിക്കും. PA മാധവൻ MLA, ദേവസ്വം ചെയർമാൻ N പീതാംബരക്കുറുപ്പ് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. തുടർച്ചയായി 6ാം തവണയാണ് നഗരസഭ പുഷ്പോത്സവം നടത്തുന്നത്. നഗരസഭാ വൈസ് ചെയർമാൻ KP വിനോദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് വാര്യർ, RV മജീദ്, സെക്രട്ടറി രഘുരാമൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുടയിൽ ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ മെഗാ തിരുവാതിരക്കളിയിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ഞായറാഴ്ച വിതരണം ചെയ്യുമെന്ന് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. മെഗാ തിരുവാതിരക്കളിയിലൂടെ കേരളത്തിന്റെ കലാപാരമ്പര്യവും ഇരിങ്ങാലക്കുടയുടെ തനിമയും ലോകശ്രദ്ധയാകർഷിച്ചുവെന്നും ചീഫ് വിപ്പ് കൂട്ടിച്ചേർത്തു. ആറങ്ങോട്ടുകരയിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. തലശ്ശേരി സ്വദേശികളായ മൊയ്തുണ്ണി, അബ്ദുൾ റസാഖ് എന്നിവരെയാണ് ചെറുതുരുത്തി SI ജിജിൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. 700ഓളം ഹാൻഡ്സ് പാക്കറ്റുകളാണ് സംഘം പിടിച്ചെടുത്തത്. കടങ്ങോട് പഞ്ചായത്തിലെ ആദൂർ പുത്തൻതോടിന് കുറുകെയുള്ള ട്രാക്ടർ ക്രോസിംഗ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. പാലത്തിനും പുത്തൻതോട് സംരക്ഷണത്തിനുമായി 30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി. ബാബു M പാലശ്ശേരി MLA നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. വാടാനപ്പള്ളി സെന്ററിലെ കംഫർട്ട് സ്റ്റേഷൻ അറ്റകുറ്റപ്പണി നടത്തി തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BJP വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് പണിക്കശ്ശേരി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KS സുബിൻ അധ്യക്ഷത വഹിച്ചു. അതേസമയം കംഫർട്ട് സ്റ്റേഷൻ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ശനിയാഴ്ച രാവിലെ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിത് വടക്കുംചേരി പറഞ്ഞു. അറ്റകുറ്റപ്പണി പൂർത്തിയായ വിവരം അറിഞ്ഞ് BJP അംഗങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരം അനാവശ്യമാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. കൃത്യമായി വിശദീകരിച്ചതാണ്. ചോദ്യങ്ങൾക്ക് മറുപടി എന്നുള്ള രൂപത്തിൽ വിശദീകരിച്ച് അതിനുശേഷവും പഞ്ചായത്തിൻ്റെ 2 അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അനാവശ്യമായിട്ടുള്ള സമരമാണ്. എല്ലാ പ്രശ്നങ്ങളും, അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും അറിയാവുന്ന ആളുകൾ തന്നെ ഇത്തരത്തിലൊരു സമരത്തിന് ഒരുങ്ങിയാൽ തീർച്ചയായിട്ടും. പ്രസിദ്ധമായ പെരിങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്ര മഹോത്സവം ഈ മാസം 28-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തിങ്കളാഴ്ച പുലർച്ചെ 5:30-ന് കൊടിയേറ്റം നടക്കും. അന്നേ ദിവസം വൈകിട്ട് 6:30-ന് നടക്കുന്ന കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം പുല്ലാങ്കുഴൽ ഗിന്നസ് റെക്കോർഡ് ജേതാവ് മുരളി നാരായണൻ നിർവഹിക്കും. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറും. 7 കരകളിൽ നിന്നായി തലയെടുപ്പുള്ള കൊമ്പന്മാർ ഉത്സവ ദിവസം കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. വൈകിട്ടും പിറ്റേ ദിവസം രാവിലെയും വെടിക്കെട്ടുമുണ്ടാകും. ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി മാർച്ച് 6-ന് വൈകിട്ട് 5-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്ന്
ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് സജിത് പണ്ടാരിക്കൽ, VK നാരായണൻ, KS ബിനു, ബോസ് കീഴ്മാലി, KK സഹദേവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPM ചന്ദ്രാപിന്നി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF പ്രകടന പത്രികയിലേക്ക് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. ചന്ദ്രാപിന്നിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി MK ഫൽഗുണൻ അധ്യക്ഷത വഹിച്ചു. ഏനമാവ് കരുവന്തലയിൽ കാർ നിയന്ത്രണം വിട്ട് പിക്കപ്പ് വാനിൽ ഇടിച്ചു. മുല്ലശ്ശേരി ഭാഗത്ത് നിന്ന് കാഞ്ഞാണി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് കരുവന്തലയ്ക്ക് സമീപം നിയന്ത്രണം വിട്ട് പിക്കപ്പ് വാനിൽ ഇടിച്ചത്. കാറിന്റെ മുൻഭാഗത്തെ ടയർ പൊട്ടിയതാണ് അപകടത്തിനിടയാക്കിയതെന്ന് കരുതുന്നു. കാർ സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ മതിലിനോട് ചേർന്ന് ഇടിച്ചു നിൽക്കുകയായിരുന്നു. കാർ ഡ്രൈവർ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു. അവണിശ്ശേരി പഞ്ചായത്തിലെ തിരുവാഞ്ചിറ കുളം നവീകരണത്തിൽ അഴിമതി നടക്കുന്നതായി നാട്ടുകാരുടെ ആക്ഷേപം. കേന്ദ്ര സർക്കാരിന്റെ ഒരു പഞ്ചായത്തിന് ഒരു കുളം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന തിരുവാഞ്ചിറ കുളത്തിലെ ബണ്ടിൽ നിന്ന് മണ്ണ് കടത്തുന്നതായാണ് ആക്ഷേപം. നിലവിൽ കുളം വൃത്തിയാക്കി 1.5 അടി താഴ്ത്തി ചണ്ടിയും ചേറും ഒഴിവാക്കുന്നതിനും വശങ്ങൾ കരിങ്കല്ല് കെട്ടുന്നതുമാണ് പദ്ധതി. അധികൃതർ ഇടപെട്ട് നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇടവേള. വികലാംഗർ ഉപയോഗിക്കുന്ന മുച്ചക്ര വാഹനങ്ങളിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന പുതിയ റിവേഴ്സ് ഗിയർ സംവിധാനം വികസിപ്പിച്ചെടുത്ത് കോടാലി ആക്സിസ് എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥികൾ ശ്രദ്ധേയരായി. ഈ സംവിധാനം ഘടിപ്പിച്ചാൽ പരസഹായം കൂടാതെ വാഹനം തിരിക്കാൻ കഴിയുമെന്ന് വിദ്യാർത്ഥികൾ അവകാശപ്പെട്ടു. കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാവുന്ന ഈ സംവിധാനം ഭിന്നശേഷിയുള്ള സാധാരണക്കാർക്ക് തികച്ചും ഉപകാരപ്രദമാണ്. മുന്നോട്ടു പോകുന്ന അതേ വേഗത്തിൽ തന്നെ പുറകിലോട്ടും വാഹനം ചലിപ്പിക്കാൻ ഈ സംവിധാനത്തിനാകും. അധ്യാപകനായ MV വിജീഷിന്റെ സഹായത്തോടെ അവസാന വർഷ മെക്കാനിക്കൽ വിദ്യാർത്ഥികളായ KB വിഷ്ണുപ്രസാദ്, വിപിൻ ടോം, ജെയ്സൺ സെബാസ്റ്റ്യൻ, തോംസൺ ആന്റോ, VP വിനീത്, രാഹുൽ നാഥൻ എന്നിവർ ചേർന്നാണ് പുതിയ റിവേഴ്സ് ഗിയർ സംവിധാനം വികസിപ്പിച്ചെടുത്തത്. ചാവക്കാട് നഗരസഭയിൽ തരിശായി കിടക്കുന്ന 54 ഏക്കർ ഭൂമിയിൽ പച്ചക്കറി കൃഷി ആരംഭിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കിയതായി നഗരസഭാ ചെയർമാൻ NK അക്ബർ, വൈസ് ചെയർപേഴ്സൺ മഞ്ജുഷ സുരേഷ് എന്നിവർ അറിയിച്ചു. നഗരസഭയിലെ 32 വാർഡുകളിലായി തരിശായി കിടക്കുന്ന ഭൂമിയിലാണ് പച്ചക്കറി കൃഷി ആരംഭിക്കുക. വിഷുവിന് വിളവെടുക്കാവുന്ന രീതിയിൽ കൃഷി നടത്തും. കൃഷിക്കാരിൽ നിന്ന് നഗരസഭ നേരിട്ട് വിളവ് സംഭരിക്കുമെന്നും വിഷു കിറ്റുകളായി ജനങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. കൃഷിവകുപ്പ് അനുവദിച്ച 3 ലക്ഷം രൂപയ്ക്ക് പുറമെ ബാക്കിയുള്ള സംഖ്യ നഗരസഭയാണ് വഹിക്കുക. വിഷമില്ലാത്ത വിഷു എന്ന പദ്ധതിയിൽ നേരത്തെ നഗരസഭ ഗ്രോ ബാഗുകൾ വിതരണം ചെയ്തിരുന്നു. ചൊവ്വന്നൂർ സെന്റ് മേരീസ് GH സ്കൂളിലെ വിദ്യാർത്ഥികൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരായി വളരുവാൻ വേണ്ടി എന്ന ആശയത്തെ മുൻനിർത്തിയാണ് സെന്റ് മേരീസ് സ്കൂളിലെ 60ഓളം 9ാം ക്ലാസ് പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കിയ ഉച്ചഭക്ഷണം കൊണ്ടുവന്നത്. ആശുപത്രി സൂപ്രണ്ട് താജ് പോൾ പനക്കൽ, അധ്യാപകരായ സിസ്റ്റർ ഹെന്ന, സിസ്റ്റർ കൃപ, സിസ്റ്റർ ജോഫി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും ശ്രീ സത്യസായി സേവാ സംഘടനയുടെയും ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ 1ാം വാർഡിലെയും 14ാം വാർഡിലെയും ജനങ്ങൾക്ക് സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും ശനിയാഴ്ച നടത്തും. വൈകിട്ട് 4 മുതൽ 6 വരെ പാലക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് ക്യാമ്പ്. വേർപെടലുകൾ ഒരു നൊമ്പരമായി മാറും മുൻപേ അടർന്നു പോകാതെ ചേർത്ത് പിടിക്കുന്ന സ്നേഹബന്ധത്തിന്റെ കഥ പറയുകയാണ് നീ മറന്ന നിലാവ് എന്ന സമാന്തര ചലച്ചിത്രം. ഏറെ ജനപ്രീതി നേടിയ കുടുംബബന്ധത്തിന്റെ കഥ പറഞ്ഞ മരം പെയ്യുമ്പോൾ എന്ന സമാന്തര ചലച്ചിത്രത്തിന് ശേഷം സിനിമയെന്ന കലയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് ദൃശ്യകലാ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ച് ദീപക് പെരിങ്ങോട്ടുകര കഥയും ചിത്രസംയോജനവും ഛായാഗ്രഹണവും സംവിധാനവും കൈകാര്യം ചെയ്യുന്ന 2ാമത്തെ ചിത്രമാണ് നീ മറന്ന നിലാവ്. അച്ഛൻ്റെയും മകളുടെയും ആത്മബന്ധത്തിലൂടെ ഒരു സമൂഹത്തിന്റെ കഥ പറയുന്ന ഈ ചലച്ചിത്രം മൊബൈൽ ഫോൺ എന്ന വിവര സാങ്കേതികതയുടെ നന്മ തിന്മയെ എടുത്തുകാട്ടുന്നു. VS സുനിൽകുമാർ MLA ആദ്യമായി അഭിനയിച്ച ചിത്രം കൂടി എന്ന ഖ്യാതിയും ഈ ചിത്രം നേടിക്കഴിഞ്ഞു. രാഷ്ട്രീയത്തിനപ്പുറം താൻ നല്ലൊരു അഭിനേതാവ് കൂടിയാണ് എന്ന് MLA തെളിയിച്ച ചിത്രമാണ് നീ മറന്ന നിലാവ്. ചാഴൂർ SNM ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ലക്ഷ്മിയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്.
ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിട്ടുള്ളത് അനന്തശയനാണ്. മുരളീനാരായണൻ ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതമൊരുക്കുമ്പോൾ ബിജീഷ് കൃഷ്ണനാണ് ഗാനം ആലപിച്ചിട്ടുള്ളത്. ജിത്ത് അന്തിക്കാടാണ് സഹസംവിധായകൻ. ബൈജു ബാലൻ, സുർജിത് ഗോപിനാഥ്, സന്ധ്യ രാജു, ബേബി ദേവനന്ദ, ഷാജു പറപ്പുള്ളി, ഷിബു കൊല്ലാറ, ആൻഡോ തൊറയൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്. നീ മറന്ന നിലാവ് ഏപ്രിൽ ആദ്യ വാരത്തോടെ പ്രദർശനത്തിന് ഒരുങ്ങും. TCV അന്തിക്കാട്. തൃശൂർ ജൂനിയർ ടെക്നിക്കൽ സ്കൂൾ വാർഷികാഘോഷം തൃശൂരിൽ നടന്നു. കൗൺസിലർ കെ മഹേഷ് ഉദ്ഘാടനം ചെയ്തു. VK സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. പത്മശ്രീ ഡോക്ടർ TA സുന്ദർമേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. സുന്ദർമേനോനെ ചടങ്ങിൽ ആദരിച്ചു. CV മിനി, വർഗീസ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലാങ്ങാട് ഘിളർപള്ളിക്ക് മുന്നിലിരുന്ന് മദ്യപിച്ചിരുന്ന സംഘത്തെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് വാക്കേറ്റം. SI MK രമേശിന്റെ സംയോജിതമായ ഇടപെടൽ മൂലം സംഘർഷം ഒഴിവായി. കഴിഞ്ഞ ദിവസം രാത്രി 10ഓടെയാണ് പള്ളിക്ക് മുന്നിലിരുന്ന യുവാക്കൾ മദ്യപിച്ചത്. ഇതിനെ ചോദ്യം ചെയ്ത് വാക്കേറ്റത്തിന് കാരണമായി. പിന്നീട് പള്ളി അങ്കണത്തിൽ നിന്ന് ഒഴിഞ്ഞ മദ്യക്കുപ്പി പോലീസ് കണ്ടെടുത്തു. മദ്യപസംഘം കുപ്പി വലിച്ചെറിഞ്ഞതാണെന്ന ആരോപണത്തെ തുടർന്ന് 2 യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവസ്ഥലത്തേക്ക് SI MK രമേശിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തിയതോടെ രംഗം ശാന്തമാവുകയായിരുന്നു. കുറുമ്പൂർ അപ്പുക്കുട്ടൻ അനുസ്മരണ സമ്മേളനവും കുറുമ്പൂർ സ്മാരക അവാർഡ് സമർപ്പണവും കുന്നംകുളത്ത് KN കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി TK വാസു അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ കുറുമ്പൂർ അപ്പുക്കുട്ടന്റെ ഭാര്യ എന്ന MR മാധവി ഗാനരചയിതാവും കവിയുമായ റഫീഖ് അഹമ്മദിന് അവാർഡ് സമർപ്പിച്ചു. ബാബു M പാലശ്ശേരി MLA മുഖ്യ അതിഥിയായിരുന്നു. PM സോമൻ, K രാമകൃഷ്ണൻ, വർഗീസ് ആന്റണി എന്നിവരും സംസാരിച്ചു. വടക്കാഞ്ചേരിയിൽ അഗ്രോ വെറ്ററിനറി ഗൈഡൻസ് സെല്ലിന്റെ നേതൃത്വത്തിൽ കർഷക സംഗമം നടന്നു. കേരളവർമ്മ വായനശാല ഹാളിൽ നടന്ന കർഷക സംഗമം BKMU ദേശീയ പ്രസിഡന്റ് KE ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് മുഖ്യ അതിഥിയായി. സ്വാഗത സംഘം ചെയർമാൻ PK പ്രസാദ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR സോമനാരായണൻ, കൗൺസിലർ VP മധു, MA സുധീർ ബാബു എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. നട തുറന്നതുമുതൽ കേളി, അഷ്ടപതി, വിശേഷാൽ പൂജകൾ എന്നിവയുണ്ടായി. പ്രഗത്ഭ കലാകാരന്മാർ അണിനിരുന്ന പഞ്ചവാദ്യത്തോടുകൂടിയുള്ള എഴുന്നള്ളിപ്പോടെ പകൽപൂരത്തിന് തുടക്കമായി. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആരംഭിച്ച ദേശപൂരങ്ങൾ ക്ഷേത്രസന്നിധിയിലെത്തി കൂട്ടിയെഴുന്നള്ളിച്ചു. തുടർന്ന് ദീപാരാധന, താലപ്പൊലി, തായമ്പക, കളംപാട്ട് എന്നിവയും ഉണ്ടായിരുന്നു. താന്യം പഞ്ചായത്തിലെ തിരഞ്ഞെടുത്ത 100ഓളം വരുന്ന വനിതകൾക്ക് വിവിധ തൊഴിൽ പരിശീലനം പൂർത്തിയാക്കിയതിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും CN ജയദേവൻ MP നിർവഹിച്ചു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് CP ജോസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് PC ശ്രീദേവി, വൈസ് പ്രസിഡന്റ് PV ഹരിദാസ്, സുധാ സോളമൻ, ദീപ S പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സാമ്പത്തിക നിയമ സാക്ഷരതാ ബോധവൽക്കരണ ക്ലാസും തെരുവു നാടകവും അരങ്ങേറി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മാള യൂണിറ്റ് നടത്തുന്ന വ്യാപാരോത്സവം ശനിയാഴ്ച ആരംഭിക്കും. ഏപ്രിൽ 26 വരെ നടക്കുന്ന വ്യാപാരോത്സവത്തിൽ ലക്ഷങ്ങൾ വിലയുള്ള സമ്മാനങ്ങളാണ് നൽകുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാള മേഖലയിലെ ഏകോപന സമിതി അംഗത്വമുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൗജന്യ കൂപ്പൺ വഴിയാണ് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ PT പാപ്പച്ചൻ, TIS മണി, M മോഹനൻ, പോൾ അബ്രേം, രാജു മണവാളൻ എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി SI D ശ്രീജിത്തിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തിയ വടക്കാഞ്ചേരി സ്വദേശിയായ അഡ്വക്കേറ്റിനെതിരെ കേസെടുത്തു. കാഞ്ഞിരത്തിങ്കൽ സൈമണിനെതിരെയാണ് എരുമപ്പെട്ടി പോലീസ് കേസെടുത്തത്. മോഷണക്കേസിലെ പ്രതിയായ അത്താണിക്കൽ ഷാബുവിനെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് സ്റ്റേഷനിലെത്തിയ അഡ്വക്കേറ്റ് സൈമൺ SIയുമായി വാക്കേറ്റമുണ്ടാവുകയായിരുന്നു. പുത്തൻപീടിക ഗവൺമെന്റ് GLP സ്കൂളിന്റെ 116ാമത് വാർഷികം അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. CN ജയദേവൻ MP വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കിഷോർ കുമാർ അധ്യക്ഷത വഹിച്ചു. ഗിന്നസ് ജേതാവ് മുരളീനാരായണൻ മുഖ്യ അതിഥിയായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് PC ശ്രീദേവി എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വൈഖരി പത്രത്തിന്റെ പ്രകാശനം മുരളീനാരായണൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CG മോഹൻദാസ്, പ്രധാന അധ്യാപകൻ CJ ഔസേബ്, PTA പ്രസിഡന്റ് CS സിരിൻസൺ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി.
കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ വാർഷികവും യാത്രയയപ്പും നടത്തി. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് PM മുജീബ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് BT പൂക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ഹസീന താജുദ്ദീൻ, AT ആന്റണി, PB അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. LDF വടക്കാഞ്ചേരി നിയോജക മണ്ഡലം വികസന ശില്പശാലയോടനുബന്ധിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി നിക്ഷേപിക്കുവാനുള്ള പെട്ടി താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിന് മുന്നിൽ സ്ഥാപിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. MS അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൌത്യത്തിന്റെയും ആഭിമുഖ്യത്തിൽ തിരുവളയന്നൂർ സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ അറക്കൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഷ്താഖ് അലി അധ്യക്ഷത വഹിച്ചു. പുന്നയൂർക്കുളം, പുന്നയൂർ, വടക്കേക്കാട് പഞ്ചായത്തുകളിൽ നിന്നായി 400ഓളം കുട്ടികൾ പങ്കെടുത്തു. തീരമേഖല കേന്ദ്രീകരിച്ച് അനധികൃതമായി മദ്യവിൽപ്പന നടത്തി വന്നിരുന്ന യുവാവിനെ 15 ലിറ്റർ മദ്യവുമായി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ചാവക്കാട് എടക്കഴിയൂർ വേഴംപറമ്പത്ത് ദേവദാസിനെയാണ് ചാവക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ MJ തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 10 വർഷത്തോളമായി മദ്യവിൽപ്പന നടത്തി വന്നിരുന്ന ഇയാൾ ബാറുകൾ പൂട്ടിയതിനു ശേഷം മറ്റു ജോലികൾക്കൊന്നും പോകാതെ മദ്യവിൽപ്പനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നുവെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അണ്ണല്ലൂർ നെഹ്റു സ്മാരക LP സ്കൂൾ 50ാം വാർഷികം 21-ന് ആഘോഷിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് കലാമേള, സംവാദം, പൊതുസമ്മേളനം, ആദരണം, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. വൈകിട്ട് 4-ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം, തുടർന്ന് പൊതുസമ്മേളനം എന്നിവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ CK വേലായുധൻ, VS രാജേഷ്, KS സുജയ, VK ശ്രീധരൻ, ശ്രീദേവി ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ശനിയാഴ്ച കൊടിയേറും. ഉത്സവത്തിന് മുന്നോടിയായുള്ള ആനയോട്ടവും ശനിയാഴ്ച. കാളിയാറോഡ് ചന്ദ്രക്കുളം നേർച്ച ശനിയാഴ്ച. വിവിധ നേർച്ച കാഴ്ചകളിൽ പങ്കെടുക്കാൻ ആയിരങ്ങൾ ജാറത്തിലെത്തും. ഇഞ്ചക്കുണ്ട് കൽക്കുഴി കുടിവെള്ള പദ്ധതിയുടെ പുതിയ പമ്പ് ഹൌസ് നിർമ്മാണം പൂർത്തിയായി. മറ്റത്തൂർ, വരന്തരപ്പള്ളി പഞ്ചായത്തുകളിലേക്ക് ശുദ്ധജലം എത്തിക്കാൻ പദ്ധതി. ഗ്രാമവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.